ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവൂസ് കിച്ചൺ. നമ്മളിന്ന് ചെയ്യുന്നത് വെണ്ടക്കായ വെച്ചുള്ള ഒരു പച്ചടിയാണ് കേട്ടോ. വളരെ സിമ്പിളായി പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു ഈസി റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളുടെ സിമ്പിളായിട്ടുള്ള വെണ്ടയ്ക്ക പച്ചടി ചെയ്യുന്നതിന് വേണ്ടി 1.5 കപ്പ് തൈരെടുത്ത് ഞാനൊന്ന് മിക്സിയിൽ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കട്ടകളൊന്നുമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചെരുകിയതാണ് ഇട്ടിട്ടുള്ളത്. ഞാനിത് ക്രഷ് ചെയ്തിട്ടൊന്നുമില്ല. നിങ്ങളിനിപ്പോൾ ചെരുകിയെടുക്കുന്ന അതിൻ്റെ കൂടുതൽ വലിയ തരികളാണെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്താൽ നന്നായിരിക്കും. ഇതിപ്പോൾ ഞാൻ ഡയറക്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് മാറ്റി വയ്ക്കുക. ഇനി ഇതിലേക്കുള്ള വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെണ്ടക്കായ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരു 10-15 വെണ്ടക്കായ എടുക്കുക. ഇത് വട്ടത്തിൽ ഇതുപോലെ അങ്ങ് അരിഞ്ഞു മാറ്റി വയ്ക്കുക കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ അവിയലിലൊക്കെ അരയ്ക്കുന്ന ആ ജീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. 2-3 ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. വട്ടത്തിലരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് വേപ്പില കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. വേപ്പില ചേർത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു കുഞ്ഞ് സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതിയൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തൈര് തയ്യാറാക്കി വെച്ചപ്പോൾ അതിലൊരല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഉപ്പ് കൂടെ ചേർത്ത് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ട്രാൻസ്പാരൻ്റ് ആയാൽ മതിയാവും കേട്ടോ. ഒരുപാട് റെഡിഷ് കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. സവോള ഒന്ന് ട്രാൻസ്പാരൻ്റ് വന്ന ശേഷം നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി ഒന്ന് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇപ്പം നല്ലൊരു മൂത്ത മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന വെണ്ടക്കായ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ച കളറ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ അതുപോലെ തന്നെ വെണ്ടക്കായയിൽ എപ്പോഴും ഒരു കൊഴുപ്പ് കൂടുതൽ വരുമല്ലോ, അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും. ഇതിലിപ്പോൾ അത്രയ്ക്ക് കൊഴുപ്പ് ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഈ ഒരു പാകത്തിൽ ഇപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ വെണ്ടക്കായ. ഇത് മതിയാവും. ഇപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ആ വഴറ്റിയെടുത്ത വെണ്ടക്കായ ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച തൈരിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വെണ്ടക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി നോക്കാം. നമ്മളിപ്പോൾ ഇവിടെ ചോറിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇതൊന്ന് സെർവ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.